Good morning. Good morning, ma'am. Okay, നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ബെനഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ വരെ ആയിരുന്നു അല്ലേ? ഓക്കെ, ബെനഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ വരെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് നിർത്തിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു JCI. ഓക്കെ, എന്താണ് JCIയുടെ ഫുൾ ഫോം? പഠിച്ചിട്ടുണ്ടോ നിങ്ങള് ഏതെങ്കിലും ചാപ്റ്ററിൽ? ഇല്ല. ഓക്കെ, JCIയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCIയുടെ ഫുൾ ഫോം എഴുതി വെക്കാം, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. Joint Commission International was established in the late 1990s to observe hospital outside the United States. അപ്പോൾ JCIയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. നാബ് JCI ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ? നാബ് പഠിച്ചില്ലേ നമ്മള്? ഓർക്കുന്നുണ്ടോ നാബ്? ക്വാളിറ്റി അഷൂറൻസിലൊക്കെ പഠിച്ചത്. ഓക്കെ, അതുപോലെ തന്നെയുള്ളൊരു സംഘടന ആണ് എന്ത് ഈ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1990s അണ്ടർലൈൻ ചെയ്യുക. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1990s ടു ഒബ്സർവ് ഹോസ്പിറ്റൽ ഔട്ട്സൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോ യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാനായിട്ട് നിയമിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് JCI എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇന്റർനാഷണൽ തലത്തില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സംഘടനയാണ് JCI. നാബ് എന്ന് പറഞ്ഞാല് നാഷണൽ ലെവലാണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ തലത്തില് യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് JCI എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? JCI which is also not for profit. അപ്പോ ഈ JCI എന്ന് പറയുന്നത് എന്താണ്? ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ് JCI എന്ന് പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ്. Presently accredits the facilities in Asia, Europe, the Middle East and South America. ഇവിടെ പറയുന്നത് നിലവില് അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുക്കുന്നത് JCI നിലവില് പ്രസന്റ്ലി അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്ക. ഇവർക്കൊക്കെയാണ് അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ഇനി എന്താണ്? The count of JCI accredits hospital worldwide listed on the JCI website till 2015 shows 820 hospital in 47 and above countries. അപ്പോ ഈ 2015 ലിസ്റ്റ് പ്രകാരം ഈ വേൾഡ് വൈഡ് ആയിട്ട് 47 എബവ് കൺട്രീസിൽ, 47 മേലെയുള്ള കൺട്രീസില് 820 ഹോസ്പിറ്റലിനാണ് JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 2015 ലിസ്റ്റ് പ്രകാരം 820 ഹോസ്പിറ്റലുകൾക്കാണ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്, JCI അക്രഡിറ്റേഷൻ. അതുപോലെ തന്നെ ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റലിനാണ്? 21 hospitals in India.
ഇന്ത്യയില് 21 ഹോസ്പിറ്റലുകൾക്കാണ് JCI അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. 21 ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ. നമുക്കറിയേണ്ടത് ഇന്ത്യയിലെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ 21 ഹോസ്പിറ്റലുകൾക്കാണ് JCI അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഓർത്ത് വെക്കാം കേട്ടോ, ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റലുകൾക്കാണ് അക്രഡിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി എന്താണ് JCI സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. JCIയുടെ ഫുൾ ഫോം അല്ലെ, എക്സ്പാൻഡ് ഫോം എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. ഇനി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ US based non-for-profit accreditation body which sits and addresses stands for the healthcare providers level of performance in key functional area like patient rights, patient treatment and infection control. അപ്പോ നമുക്കറിയാം എന്താണ് US based ആയിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനമാണ് ഈ JCI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ JCI എന്താണ്? ഒരു ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ നൽകണമെങ്കിൽ എന്തുണ്ടാവണം? ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലെ. ഓക്കെ, അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ അങ്ങനെയാണല്ലേ, സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഹോസ്പിറ്റലുകൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ നമുക്ക് അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും JCI നോക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോ 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യൻസ് റൈറ്റ്സ്, പേഷ്യന്റിന്റെ അവകാശങ്ങൾ. അതുപോലെ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലെ, പേഷ്യൻസ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ 3 മേഖലകൾക്കും അത് 3 നോക്കിയിട്ടാണ് JCI ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഓരോ ഹോസ്പിറ്റലുകളും പാലിക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് 3 കാര്യങ്ങളായിട്ട് വരുന്നത്? പേഷ്യന്റ് റൈറ്റ്സ്, patient treatment and infection control. Okay. ഇനി എന്താ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്? JCI's goals is to improve the quality of the health care in the international community by giving worldwide accreditation services. Okay. ഇവിടെ പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്തുക. ആ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ലോകമെമ്പാടും അക്രഡിറ്റേഷൻ സൗകര്യങ്ങള് JCI നൽകുന്നുണ്ട്. അതിന്റെ കൺസെപ്റ്റ് എന്താണ്? ഓരോ ഹോസ്പിറ്റലുകൾക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ആ സ്റ്റാൻഡേർഡുകൾ പാലിച്ചുകൊണ്ട് നല്ല ഗുണനിലവാരമുള്ള ക്വാളിറ്റി കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇനി എന്താ പറയുന്നത്? JCI standards would take us to improve patient care, safety and path of continuous quality improvement. ഇപ്പൊ JCI സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ എന്തൊക്കെ ഇംപ്രൂവ് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു പേഷ്യൻസ് കെയർ, അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റി അല്ലെ, സേഫ്റ്റി സുരക്ഷിതത്വം ഉറപ്പാക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പേഷ്യന്റ് കെയറും സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നതിലൂടെ. ഇനി എന്താ പറയുന്നത്? This would strengthen patient third party and the insurance confidence and would provide as the competitive edge. ഇവിടെ പറയുന്നത് നല്ല രീതിയിലല്ലേ പേഷ്യൻസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ടും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾ, അതൊക്കെയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്.
തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനീസ് ആവാം അല്ലെ. അപ്പൊ അവരുടെയൊക്കെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട് JCI. അപ്പൊ JCI എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ രോഗികൾക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതുണ്ടാവും ഇൻഷുറൻസ് കമ്പനികളായിട്ട് ഹോസ്പിറ്റലുകൾ ടൈപ്പ് ഉണ്ടാവും. അതാണ് തേർഡ് പാർട്ടി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ല ഗുണനിലവാരമുള്ള ഹോസ്പിറ്റലുകളിൽ ടൈപ്പ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ, ആത്മവിശ്വാസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, JCI accreditation is the gold standard for quality since it reflects the provision of the highest level of patient care and patient safety. ഓക്കെ, അപ്പോ എന്താണ് ഇങ്ങനെയുള്ളൊരു സുവർണ അവസരമാണ് അല്ലെ. JCI accreditation എന്ന് പറയുന്നത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി ആണ് അല്ലെ. ഒരു സുവർണ അവസരമാണ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, നല്ലൊരു സുവർണ അവസരമാണ് അല്ലെ. അപ്പോ അങ്ങനെ ആ സുവർണ അവസരം കിട്ടുന്നതിലൂടെ എന്താണ്, ഈ സമ്പൂർണ്ണ നേട്ടവും കിട്ടുന്നതിലൂടെ നമുക്ക് എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ പേഷ്യന്റ് കെയർ അല്ലെ, പേഷ്യന്റ് കെയറും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സുരക്ഷ, സേഫ്റ്റിയും ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെയുള്ള ഒരു JCI അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു സുവർണ അവസരമാണ് ഓരോ ഹോസ്പിറ്റലുകൾക്കും കിട്ടുന്നത്. അതുവഴി പേഷ്യന്റ് കെയറും പേഷ്യന്റ് സേഫ്റ്റിയും വരുത്തുന്നുണ്ട്, ഓരോ ഹോസ്പിറ്റലും ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിലൂടെ. മനസ്സിലായോ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് JCIയിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് JCI അക്രഡിറ്റേഷൻസ് കേട്ടോ. അവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് JCI എന്നാണ്. നിങ്ങളുടെ PDF-ല് എന്നാണെങ്കിൽ അത് കറക്റ്റ് ആക്കാം കേട്ടോ. JCI അക്രഡിറ്റേഷൻ എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നോക്കാം. JCI accredits
കറക്റ്റ് ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ JCI അക്രഡിറ്റ്സ് 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. എത്ര ടൈപ്പ് ആണ് ചോദിക്കാറുണ്ട്? 8 ടൈപ്പ് ആണ്. ഓർത്ത് വെക്കാം. 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ് അല്ലെ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ എങ്ങനെയായിരിക്കാം? ഇന്റർനാഷണൽ തലത്തില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ? ഹോസ്പിറ്റലുകൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഉണ്ടാവും. അത് ഓർത്ത് നോക്കാൻ പറ്റുമോ? കണക്ട് ചെയ്യാൻ പറ്റുമോ? അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം. എക്സാമ്പിൾ പറഞ്ഞു നോക്കി. അക്കാദമിക് എന്ന് പറയുമ്പോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത് മെഡിക്കൽ കോളേജ്, എഡ്യൂക്കേഷൻ, അതുപോലെ റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? എഡ്യൂക്കേഷൻ പരമായിട്ട് മെഡിക്കൽ കോളേജ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്. ഏതൊക്കെയായിരിക്കാം ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ? ഡോക്ടേഴ്സിന്റെ ക്ലിനിക്കുകള്, ഓഫീസുകള്, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സർവീസ് ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇനി എന്താണ്? ക്ലിനിക്കൽ ലബോറട്ടറി, അതറിയാൻ പറ്റുമല്ലോ, ലാബുകൾ അല്ലെ? ഓക്കെ. ഇനി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അതറിയാൻ പറ്റുമല്ലോ. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്തൊക്കെ വരുന്നുണ്ട്? ഹോം കെയർ. സോറി ഹെൽത്ത് കെയർ കേട്ടോ, ഹോം കെയർ ആണ്. പെട്ടെന്ന് പറഞ്ഞു തെറ്റിയതാണ് കേട്ടോ. പാലിയേറ്റീവ് കെയർ ഇതൊക്കെ പറയാനായിട്ട് പറ്റും. ഓക്കെ. ഇനി എന്താണ്? ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് എന്തൊക്കെ വരാം? നഴ്സിംഗ് ഹോം, റിട്ടയർമെന്റ് ഹോം, പാലിയേറ്റീവ് കെയർ ഒക്കെ ഇതിനകത്ത് നമുക്ക് എക്സാമിനായിട്ട് പറയാൻ പറ്റും. ഇനി എന്താണ്? മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാ വരാം അതിനകത്ത്? മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസിൽ വെരി ഗുഡ്. ആംബുലൻസ് സർവീസ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എയർ, റോഡ്, വാട്ടർ അല്ലെ? പലതരത്തിലുള്ള ആംബുലൻസ് സർവീസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താ പറയുന്നത്? പ്രൈമറി കെയർ സെന്റേഴ്സ് ഏതൊക്കെ വരാം? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ ഓക്കെ PHC അല്ലെ? ഓക്കെ. ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോ അക്രഡിറ്റേഷൻ, JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസിനാണ്. ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. എത്ര ടൈപ്പ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇനി നെക്സ്റ്റ് ആണ് JCI 5th എഡിഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. JCI 5th എഡിഷൻ ഇഫക്റ്റീവ് ഫ്രം 1st April. ഇഫക്റ്റീവ് ഞാൻ പറഞ്ഞില്ലേ അത് ലോങ് ടേം ഒക്കെ പറഞ്ഞല്ലോ. എക്സാമ്പിൾ എന്താണ്? പാലിയേറ്റീവ് കെയർ, റിട്ടയർമെന്റ് ഹോം, നഴ്സിംഗ് ഹോം ഒക്കെ. ഇനി ഇഫക്റ്റീവ് ഫ്രം 1st April 2014 അല്ലെ? ഈ 5th എഡിഷൻ JCIയുടെ 5th എഡിഷൻ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 1st April 2014 അണ്ടർലൈൻ ചെയ്യാം. 1st April 2014 ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻസ്. 4 സെക്ഷൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്, സെക്ഷൻ 3 ഉണ്ട്, സെക്ഷൻ 4 ഉണ്ട് കേട്ടോ. ഓക്കെ. ഇതിനു മുൻപ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം മിസ്. ഇപ്പോ നിങ്ങൾക്ക് ഈ HEയുടെ കോഴ്സ് പഠിക്കുമ്പോ അതിനകത്ത് എത്ര മൊഡ്യൂളാണുള്ളത്? നമുക്കതിനെ സെക്ഷൻ ആക്കി പറയാം. എത്ര സെക്ഷൻ ഉണ്ട്? 4 സെക്ഷൻ ഉണ്ട് അല്ലെ? ഓക്കെ. ഓരോ സെക്ഷനിലും കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മൊഡ്യൂള് 1 അല്ലെ? ഒരു സെക്ഷൻ ആണത്. ഒരു സെക്ഷനിൽ 13 ചാപ്റ്റർ ആണ്. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ 2 കുറച്ച് ചാപ്റ്റേഴ്സ്, അങ്ങനെ മൊഡ്യൂൾ 4 കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ 4 സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ചാപ്റ്റേഴ്സ് ഉണ്ട്.
ആ ചാപ്റ്റേഴ്സിൽ ഓരോ ചാപ്റ്റർ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ആ പഠിക്കാനുള്ളതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 4 സെക്ഷൻ, ഓരോ സെക്ഷനിലും കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിലെ ഓരോ ചാപ്റ്ററും എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ്സ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അല്ലെ? ഓക്കെ, അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിക്കണം അല്ലെ? ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റാൻഡേർഡ്സിന് ഓരോ സ്റ്റാൻഡേർഡ്സും എടുത്ത് നോക്കുമ്പോഴും നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള സ്കോർ കൊടുക്കണം. മനസ്സിലായോ? കൃത്യമായിട്ട് നമ്മൾ സ്കോർ കൊടുക്കണം. അപ്പൊ കൃത്യമായിട്ട് സ്കോർ കൊടുക്കാനായിട്ട് ആ സ്റ്റാൻഡേർഡ്സിൽ എന്താണ്? കുറച്ച് മെഷറബിൾ എലമെന്റ്സ് ഉണ്ടാവും. ആ മെഷറബിൾ എലമെന്റ്സ് നോക്കിയിട്ട് വേണം നമ്മൾ സ്കോർ കൊടുക്കാനായിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? വയ്യാത്ത കൊണ്ടാണ് കേട്ടോ. ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. അപ്പോ എന്താണ്? സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് എന്താണ്? കുറച്ച് മെഷറബിൾ എലമെന്റ്സ് നോക്കിയിട്ട് വേണം സ്കോർ കൊടുക്കാനായിട്ട്. ഇത്ര വരെ ഓക്കെ അല്ലേ? ഇനി സ്കോർ നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? മെഷറബിൾ എലമെന്റ്സ് ചെക്ക് ചെയ്യണം അല്ലെ? ഫോർ എക്സാമ്പിൾ നോക്കാം. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ചില ക്രൈറ്റീരിയാസ് അവിടെ ചെക്ക് ചെയ്യണം. മനസ്സിലായോ? സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ചില ക്രൈറ്റീരിയാസ് അവിടെ ചെക്ക് ചെയ്യണം നമ്മൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? അതാണ് ഒന്നാമത്തെ മെഷറബിൾ എലമെന്റ്. ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇൻസിഡന്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി മൂന്നാമത് വരുന്നത് സേഫ്റ്റി പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ്. ഓക്കെ, അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത്. സേഫ്റ്റി പ്രൊസീജിയർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് എന്ത്? മെഷറബിൾ എലമെന്റ്സ്. ഈ മെഷറബിൾ എലമെന്റ്സ് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഓരോ സ്റ്റാൻഡേർഡ്സിനും നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സ്കോർ കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ? സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ഇങ്ങനെയുള്ള മെഷറബിൾ എലമെന്റ്സ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്കോർ ഇടാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് 4 സെക്ഷൻ ഉണ്ട്. 4 സെക്ഷനിലും ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ സ്കോർ നൽകണം അല്ലെ? ആ സ്കോർ നൽകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? മെഷറബിൾ എലമെന്റ്സ് നോക്കണം. മെഷറബിൾ എലമെന്റ്സ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സ്കോർ നൽകാനായിട്ട്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഓരോ സെക്ഷനും നോക്കാം. സെക്ഷനാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ മൊഡ്യൂളിന്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ. ഇനി അപ്പോ ഫിഫ്ത്ത് എഡിഷൻ വന്നിരിക്കുന്നത് JCI 5th എഡിഷൻ. നമ്മുടെ JCT എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് JCI എന്നാണ് കേട്ടോ. JCI 5th edition effective from 1st April 2014. 2014 April 1st-ലാണ് അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഓരോ സെക്ഷനും 4 സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ എന്താണ്? includes accreditation participation requirements. ഓക്കെ, അതിന്റെ ചുരുക്കരൂപമാണ്, ഷോർട്ട് ഫോം ആണ് എഴുതിയിരിക്കുന്നത് APR. ഓക്കെ, അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ സെക്ഷൻ 1 ആ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. ഓക്കെ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ആ സ്റ്റാൻഡേർഡിന്റെ ആ ചാപ്റ്ററിന്റെ ഉള്ളില് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? സെക്ഷൻ 1 ഒരു ചാപ്റ്റർ ഉള്ളൂ. ഏതാണ്?
അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ആ ചാപ്റ്ററിന്റെ ഉള്ളിലുള്ളത്. ഇനി സെക്ഷൻ 2 എന്താണ്? സെക്ഷൻ 2 എന്ന് പറയുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 നമ്മൾ പഠിക്കുന്നത്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ. ഇനി ഓരോ ചാപ്റ്റേഴ്സും നോക്കി നിങ്ങള്, ഞാൻ പറഞ്ഞു ഓരോ സെക്ഷനും സെക്ഷന്റെ ഉള്ളില് കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലെ നമുക്ക്. അതാണ് IPSG, ACC, PFR എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ. ഇനി PG, HAയുടെ PG ഒക്കെ ചെയ്യുന്നവർക്ക് എന്താണ് ഇതിന്റെ ഈ ചാപ്റ്റേഴ്സിന്റെ ഉള്ളിൽ വരുന്ന സ്റ്റാൻഡേർഡുകൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. PG ചെയ്യുന്നവരുണ്ടോ ഇവിടെ? PGക്ക് ഉണ്ട്. ഓക്കെ. അപ്പോ ഓരോ ചാപ്റ്റേഴ്സും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? സെക്ഷൻ 2 എന്ന് പറയുന്നത് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത്. അതിന്റെ ഓരോ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. IPSG എന്ന് പറഞ്ഞാല് ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് ACC, PFR എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ. ഇതില് ഇനി ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന സ്റ്റാൻഡേർഡ്സുകള് സ്റ്റാൻഡേർഡ്സുകൾ നമുക്ക് പഠിക്കാനില്ല, ഓരോ ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഈസിയിലൊക്കെ ഇതിന്റെ സ്റ്റാൻഡേർഡുകൾ പഠിക്കാനുണ്ട് കേട്ടോ ഓരോന്നിന്റെ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നോക്കാം IPSG. അതിന്റെ ഫുൾ ഫോം കൊടുത്തിട്ടില്ലേ നിങ്ങളുടെ പ്രിന്റഡ് നോട്ടില്? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഓക്കെ. അപ്പൊ എന്താണ് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരുന്ന പേഷ്യന്റിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിന്റെ സുരക്ഷയുമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് IPSGയിൽ വരുന്നത്. ഇനി ACC എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. വരുന്ന പേഷ്യന്റിന് കെയറിലേക്കുള്ള പ്രവേശനം, ആക്സസ് പ്രവേശനം, അതുപോലെ തന്നെ പിന്തുടർച്ച അല്ലെ, കണ്ടിന്യൂറ്റി പിന്തുടർച്ച. ഓക്കെ. ഇനി PFR എന്ന് പറഞ്ഞാലോ പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. എന്താണ്? അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെ. പേഷ്യന്റിന്റെയും ഫാമിലിയുടെയും റൈറ്റ്സ്, അവകാശങ്ങള്, ഇതാണ് അതിൽ പറയുന്നത്. ഇനി AOP എന്ന് പറഞ്ഞാലോ അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്, മരുന്നിന്റെ കാര്യങ്ങള്, ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏതിൽ വരുന്നത്? അസസ്മെന്റ് ഓഫ് പേഷ്യന്റിൽ വരുന്നത്. മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. ഇനി എന്താണ് COP എന്ന് പറഞ്ഞാൽ? എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ് അല്ലെ. ഓക്കെ. ഇവിടെ പറയുന്നത് ഏത് തരത്തിലുള്ള പരിചരണമാണ് രോഗികൾക്ക് വേണ്ടത്. ചിലപ്പോ ഔട്ട് പേഷ്യന്റ് ആവാം, ചിലപ്പോ ഇൻ പേഷ്യന്റ് ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങള് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിചരണങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. കെയർ ഓഫ് പേഷ്യന്റ് കേട്ടോ. ഓക്കെ. ഏത് തരത്തിലുള്ള പരിചരണമാണ് രോഗികൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഇനി എന്താണ് നെക്സ്റ്റ് വൺ നോക്കാം. ASC, അനസ്തീഷ്യ ആൻഡ് സർജിക്കൽ കെയർ. അറിയാലോ, അനസ്തീഷ്യയുമായിട്ട് ബന്ധപ്പെട്ടതും സർജറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി MMU എന്ന് പറഞ്ഞാല് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ് അല്ലെ. കൊടുക്കുന്ന മരുന്നിന്റെ മാനേജ്മെന്റും യൂസുമാണ് ഇതിൽ വരുന്നത്. ഓക്കെ. പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നിന്റെ മാനേജ്മെന്റും അതുപോലെ തന്നെ അതിന്റെ യൂസേജുമാണ് ഇതിൽ വരുന്നത്. ഇനി PFE എന്ന് പറഞ്ഞാല് പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, പേഷ്യൻസിന് കൊടുക്കുന്ന അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഫാമിലിക്കായാലും പേഷ്യൻസിനായാലും ചിലപ്പോ മരുന്നിന്റെ കാര്യങ്ങളാവാം, ചിലപ്പോ നമ്മുടെ കണ്ടീഷന്റെ കാര്യങ്ങൾ അല്ലെ, ഹെൽത്ത് കെയർ കണ്ടീഷന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ എന്താണ് MMU
ഞാൻ പറഞ്ഞല്ലോ, MMU ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി PFE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ ട്ടോ. അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അവയർനെസ്, ചിലപ്പോൾ ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടത് ആയിരിക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും അല്ലെ. ഫാമിലിക്ക് പേഷ്യൻസിന് ഇന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ കൊടുക്കണം, എക്സസൈസ് ചെയ്യിപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവയർനെസ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ PFE വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, സെക്ഷൻ 2 ബന്ധപ്പെട്ടത്. ക്ലിയർ ആയോ? ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് IPSG എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. IPSG ഫുൾ ഫോം ചോദിക്കാവുന്നതാണ്. IPSG. അതുപോലെ സെക്ഷൻ 1 ഒരെണ്ണം ഉള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. APR. നെക്സ്റ്റ് MMU. PFE. PFE. ഇമ്പോർട്ടന്റ് ആണ്. MMU PFE ഫസ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് വൺ. APR അതുപോലെ സെക്ഷൻ 2 ഫസ്റ്റ് വൺ IPSG. ഇത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം. വായിച്ചു നോക്കിയേ. സെക്ഷൻ 2 വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. സെക്ഷൻ 3 ട്ടോ. കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. ആരോഗ്യ പരിചരണ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 3 കൊടുത്തിരിക്കുന്നത്. ആരോഗ്യ പരിചരണ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോ ഫസ്റ്റ് വൺ ആണ് QPS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഓക്കെ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. അതുപോലെ എന്താണ് വരുന്നത്? നെക്സ്റ്റ് വൺ PCI, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ്.
ഓക്കെ, ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുമായിട്ടും പ്രിവെന്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. ഇനി എന്താണ് GLD, ഗവേണൻസ് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻസ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹോസ്പിറ്റലുകൾക്കും അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും ഉള്ള ആ ഭരണം അല്ലെ, ഗവേണൻസ് എന്ന് പറഞ്ഞാല് ഭരണവും, അതുപോലെ നേതൃത്വം, അതുപോലെ ലക്ഷ്യം അല്ലെ, ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് ലക്ഷ്യം, എങ്ങനെയുള്ളതാണ് ഇതുമായിട്ട് ഈ രണ്ടുമായിട്ട് എന്തൊക്കെയാണ് ഹോസ്പിറ്റലുകളും അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവയുടെ ഭരണം, നേതൃത്വം, ലക്ഷ്യം എങ്ങനെയുള്ളതാവണം എന്നുള്ളത് കേട്ടോ. ഇനി FMS എന്ന് പറഞ്ഞാല് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, SQE, അതിന്റെ ചുരുക്കരൂപമാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. SQE എന്ന് പറഞ്ഞാല് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, അറിയാവുന്ന കാര്യങ്ങളാണ്. മാനേജ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ, MOI, ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യപ്പെടുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് എന്ത് MOI എന്ന് പറയുന്നത് കേട്ടോ. ഇനി സെക്ഷൻ 4 രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്ഷൻ 4 ഇൻക്ലൂഡ്സ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 4 പറയുന്നത്. എന്തൊക്കെയാണ്? മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, MPE അല്ലെ, എന്താണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. ഇനി ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് HRP പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് സെക്ഷൻ 3 ആൻഡ് സെക്ഷൻ 4 വരുന്നത്. സെക്ഷൻ 4 രണ്ടെണ്ണുള്ളൂ, കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ സെക്ഷൻ 3 പഠിക്കേണ്ടത് ഫസ്റ്റ് വൺ QPS-ഉം ഫോർത്ത് വൺ FMS-ഉം. QPS, FMS. ഓക്കെ, വായിച്ചു നോക്കിയേ. അത്രേ ഉള്ളൂ കേട്ടോ സെക്ഷൻ 3. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്കാം. JCI 5th edition of hospital standards contains. നോക്കാം 5th editionൽ എന്തൊക്കെയാണുള്ളത്? 285 സ്റ്റാൻഡേർഡ്സും അതുപോലെ 1160 മെഷറബിൾ എലമെന്റ്സും ഉണ്ട്. JCI 5th എഡിഷനില് 285 സ്റ്റാൻഡേർഡ്സും 1160 മെഷറബിൾ എലമെന്റ്സുമാണ് ഉള്ളത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ,
revision of standards. The standard will be re-examined and published at least every 3 years. എന്താ പറയുന്നത്? ഓരോ 3 years കൂടുമ്പോഴും സ്റ്റാൻഡേർഡ്സ് പുനർപരിശോധിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ്? JCIയില് എവറി 3 years കൂടുമ്പോ സ്റ്റാൻഡേർഡ്സില് മാറ്റങ്ങൾ വരുത്തി ഇത് പുനർപരിശോധിക്കുകയും പുനർപരിശോധിക്കുകയും റീ എക്സാമിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇയേഴ്സ് ഓർത്ത് വെക്കാം. ഓക്കെ, നാബിന്റെ പഠിക്കുമ്പോൾ നാബില് വ്യത്യാസമുണ്ട്, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. JCIക്ക് എന്താണ്? 3 year ആണ്. ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എത്ര എണ്ണം ഉണ്ട്, എത്ര എണ്ണം മെഷറബിൾ എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് JCI സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. തറോ സർവേ പ്രോസസ് becomes operational. Typical survey teams include physician, nurse and administrator. അല്ലെ, സർവേ എടുക്കാനായിട്ട് ഇപ്പോ നമ്മളുടെ വീട്ടിലേക്കൊക്കെ സർവേ എടുക്കാനായിട്ട് വരും അല്ലെ, ഹെൽത്ത് കെയറിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഹെൽത്തിൽ നിന്നൊക്കെ വരാറുണ്ട് ഇല്ലേ? അപ്പൊ അവര് എങ്ങനെയാണ്? ഒറ്റയ്ക്കാണോ വരുന്നത് അല്ലെങ്കിൽ കൂട്ടമായിട്ടാണോ വരിക? എങ്ങനെയാണ് വരുന്നത് സർവേക്ക് എടുക്കാനായിട്ട്? കൂട്ടമായിട്ടല്ലേ, ഗ്രൂപ്പായിട്ടാണ് വരുന്നത് അല്ലെ. ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മള് അപ്പൊ എന്തെയും കൂട്ടമായിട്ടൊക്കെ വന്നിട്ട് വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ നമുക്ക് എന്താണ്, ഇപ്പൊ മഴക്കാലം ആകുമ്പോ ചില അവയർനെസ്, ഇപ്പൊ പനി കാര്യങ്ങളൊക്കെ കൂടി വരുന്നത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് കുറച്ച് അവയർനെസ് നമുക്ക് കിട്ടും അല്ലെ. അവര് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോ അക്രഡിറ്റേഷൻ നമുക്ക് വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകള് സർവേ നടത്തും. ആരൊക്കെയാണ് സർവേ ടീമിലുള്ളത്? അണ്ടർലൈൻ ചെയ്ത്, ഫിസിഷ്യൻ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ഓക്കെ, 3 പേരാണ് സർവേ ടീമിലുള്ളത്. സർവേയേഴ്സ് എന്ന് പറഞ്ഞാല് സർവേ എടുക്കുന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Surveyors assess various units within an organization and discuss their findings. ഇനി ഇവര് സർവേ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരും സർവേ ചെയ്തിട്ട് ഫൈൻഡിങ്സിലോട്ട് എത്തും അല്ലെ, ലാസ്റ്റ് ഒരു കണ്ടെത്തലിലോട്ട് എത്തുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? സർവേ കണ്ടക്ട് എ കംപ്ലീറ്റ് സിസ്റ്റം അനലൈസിസ് ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് കെയർ പ്രോസസ്സസ്. ഇവിടെ പറയുന്നത് ഓരോരുത്തരും പോയിട്ട് സർവേ എടുത്ത് കഴിഞ്ഞിട്ട് അവര് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഒരു ഫൈൻഡിങ്സിലോട്ട് എത്തും. അപ്പോ അങ്ങനെ ഫൈൻഡിങ്സിലോട്ട് എത്തുമ്പോ ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത് എന്താണ്? പരിചരണ പ്രക്രിയ നല്ല രീതിയിലാണോ നടത്തുന്നത്, എല്ലാവരും ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്താണോ അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സർവേയിലൂടെ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ, പരിചരണ പ്രക്രിയ ക്വാളിറ്റിയോട് കൂടിയിട്ടാണോ ഓരോ രോഗികൾക്ക് കൊടുക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? സർവേ നടത്തുമ്പോ ആ ഫൈൻഡിങ്സിൽ നമുക്ക്, ആ കണ്ടെത്തലിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഉപയോഗിക്കുന്ന ഓരോ ഹോസ്പിറ്റലിലും ക്വാളിറ്റിയോട് കൂടിയിട്ട് കൊടുക്കുന്നുണ്ടോ, ഹെൽത്ത് കെയർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? JCI സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വെറുതെ പോയിട്ട് ഓരോ ഹോസ്പിറ്റലിലും കൊടുക്കാൻ പറ്റില്ല അല്ലെ, അംഗീകാരം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സർവേ നടത്തി ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു സർവേ ടീം പോയിട്ട് എല്ലാ ഹോസ്പിറ്റലിലും പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സർവേ നടത്തി അവര് കണ്ടെത്തുന്ന ആ ഫൈൻഡിങ്സിലൂടെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? അതാണ് JCI സർവേ മെത്തഡോളജിയിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അക്രഡിറ്റേഷൻ സർവേസ്. നോക്കിയേ എങ്ങനെയെല്ലാം നമുക്ക് സർവേ നടത്താനായിട്ട് അല്ലെങ്കിൽ എടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ പറയുന്നത്
Interview with the staff and the patient and other verbal information. അല്ലെ, ഇന്റർവ്യൂ ചെയ്തിട്ടല്ലേ നേരിട്ട് നമുക്ക് അഭിമുഖം നടത്തിയിട്ട് നമുക്ക് സർവേ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോർ വെർബൽ ഇൻഫർമേഷൻ. എന്താണ് വെർബൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് വെർബൽ ഇൻഫർമേഷൻ? വാക്കിലൂടെ അല്ലെ, വെരി ഗുഡ് അല്ലെ. വാക്കാല് നമുക്കല്ലെ മറ്റു രീതിയിൽ എന്താണ് വാക്കാലുള്ള രീതിയിലൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ഇനി എന്താ ഓൺ-സൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേസ്. എന്താണ് ഓൺ-സൈറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല്? ഓൺ-സൈറ്റ് ഒബ്സർവേഷൻ എന്താണ്? നേരിട്ട് കണ്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെരി ഗുഡ്, നേരിട്ട് കണ്ടുകൊണ്ട് സർവേ നടത്താനായിട്ട് പറ്റും. ഇനി എന്താ പറയുന്നത്? പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ് പ്രൊവൈഡ് ബൈ ദ ഓർഗനൈസേഷൻ. എന്താണ്? ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ എന്തൊക്കെ ഉണ്ടാവും? പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ്, അങ്ങനെയുള്ള അതർ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് എന്ത് നടത്താൻ പറ്റും? സർവേ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. വായിച്ചു നോക്കി. Okay, scoring the survey result. സ്കോർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് എന്താണ്? സ്റ്റാൻഡേർഡ്സിന് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. നോക്കാട്ടോ. ഈച്ച് സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് contain a scoring of at least 5 score. Okay, 5 score അല്ലെ അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡിന് എവറി സ്റ്റാൻഡേർഡിനും ഈച്ച് സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് എന്താണ്? 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഈച്ച് ചാപ്റ്റേഴ്സിന് എത്ര സ്കോർ വെച്ച് കൊടുക്കാൻ പറ്റും നമുക്ക്? എത്ര സ്കോർ ഉണ്ടായിരിക്കണം അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ? അറ്റ്ലീസ്റ്റ് 8 സ്കോർസ്. ഇനി എന്താണ്? ഓൾ സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ടുഗെദർ ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9 സ്കോർസ് അല്ലെ. എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെയും ആവറേജ് നോക്കുമ്പോ എത്ര വേണം? 9 അല്ലെ. അറ്റ്ലീസ്റ്റ് 9 വേണം, സ്കോർ വേണം. ഇനി എന്താണ്? ഓൾ മെഷറബിൾ എലമെന്റ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഫോർ ദ സ്റ്റാൻഡേർഡ്സ്. എല്ലാ മെഷറബിൾ എലമെന്റ്സിന്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടും. ഇനി സ്റ്റാൻഡേർഡ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. അതുപോലെ ചാപ്റ്ററിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ടുള്ള സ്കോർ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് അടിയിൽ നിന്ന് മേലേക്കൊന്ന് പോയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ എന്താണ്? 4 സെക്ഷൻ ഉണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി അടിയിൽ നിന്ന് മേലേക്ക് പോയി മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും അല്ലെ. സ്റ്റാൻഡേർഡിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാല് ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ചാപ്റ്ററിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ടുള്ള സ്കോർ നമുക്ക് ലഭിക്കുന്നു. മനസ്സിലായോ? താഴേന്ന് മേലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അധികം ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. സ്കോറിംഗ് സർവേ റിസൾട്ട്. ഈച്ച് മെഷറബിൾ എലമെന്റ് ഈ സ്കോർഡ്. ഈ മെഷറബിൾ എലമെന്റ്സ് എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് എല്ലാം പാലിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് പാലിച്ചാല് 10 മാർക്ക് കിട്ടുന്നു. ഇനി പാർഷ്യലി ആണെങ്കിലോ 5 ആയിരിക്കാം. ഒന്നും പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നോട്ട് മെറ്റ് ആണെങ്കിൽ 0 ആയിരിക്കും കിട്ടുന്നത്. ഇനി എന്താണ്? ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ
സ്കോർ ഓഫ് ദി ചാപ്റ്റർ. എന്താണ്? എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ഓക്കെ, അടിയിൽ മേലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. അതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ടുള്ള സ്കോർ നമുക്ക് ലഭിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നാബ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആതിര മിസ് ലീവാണ്. അപ്പൊ അതുകൊണ്ട് ശനിയാഴ്ചക്ക് സ്പെഷ്യൽ ഉണ്ടാവും കേട്ടോ. അപ്പോ ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, പനിയായിട്ടേ മിസ് അഡ്മിറ്റ് ആണ്. എല്ലാവർക്കും വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ കേട്ടോ മിസ്സുമാർക്ക് വേണ്ടിയിട്ട്. ജലദോഷം ചുമയും കേട്ടിരിക്കുന്നത്. ചൂടുവെള്ളമൊക്കെ കുടിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ക്യാമറ ഓഫ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ജലദോഷമൊക്കെ ഉണ്ട്. ഇപ്പൊ ചുമ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ബുദ്ധിമുട്ടുണ്ട്. ജലദോഷം വരുന്നത് ക്ലൈമറ്റിന്റെ ആണ്. അതെ, ഓക്കെ, താങ്ക് യു.